ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്. ഈ ചാപ്റ്ററിലെ എക്സസൈസ് 1.2 1 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് √5 ഈസ് ഇറാഷണൽ. ചെയ്ത് നോക്കാം. വി പ്രൂവ് ദിസ് ബൈ ദ മെത്തേഡ് ഓഫ് കോൺട്രാഡിക്ഷൻ. നമ്മൾ √5 ഒരു റാഷണൽ നമ്പർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അസ്യൂം ചെയ്തിട്ട് നമ്മുടെ അസംഷൻ കറക്റ്റ് അല്ല, അപ്പോൾ റാഷണൽ നമ്പർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റാഷണൽ നമ്പർ ആണെന്ന് അവിടെ പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ √5 നമ്മൾ ഒരു റാഷണൽ നമ്പർ ആണെന്ന് വിചാരിക്കുന്നു, അല്ലാതെ നമുക്കറിയാം ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് √5 ഈക്വൽ ടു റാഷണൽ നമ്പർ ആകുമ്പോൾ നമുക്കതിനെ P/Q എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പോൾ ഇവിടെ A/B എന്ന് വിചാരിക്കുന്നു. √5 is equal to A/B, where ഇതിൻ്റെ HCF ഓഫ് A, B. A/B എന്ന് വിചാരിച്ചപ്പോൾ എയുടെയും ബിയുടെയും HCF ഈക്വൽ ടു 1 എന്ന് വിചാരിക്കുന്നു. അതിനെ ഇക്വേഷൻ നമ്പർ 1 ആയി അവിടെ എഴുതി വെച്ചു. ഇനി √5 A/B ആണെങ്കിൽ അവിടെ A ഈസ് ഈക്വൽ ടു ഈ ബിനെ പുറത്തേക്ക് ഉണ്ടാവാം. അപ്പോൾ √5 ഇൻറ്റു B ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് A² ഈസ് ഈക്വൽ ടു 5B² ആയിരിക്കും. ഇവിടെ A² ഈസ് ഈക്വൽ ടു 5B² ആണെങ്കിൽ A² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. A² മൾട്ടിപ്പിൾ ഓഫ് 5 ആണെങ്കിൽ A ഈസ് ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് 5. A ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ലെറ്റ് A ഈസ് ഈക്വൽ ടു 5m എന്ന് നമ്മൾ എടുക്കുന്നു. കാരണം A 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 5 ഇൻറ്റു ഒരു നമ്പർ, അത്രയേ ഉള്ളൂ 5 എന്ന് ഉദ്ദേശിച്ചത്. A ഈസ് ഈക്വൽ ടു 5m എന്ന് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ 5m സ്ക്വയർ ഈക്വൽ ടു, നമ്മൾ A ഈസ് ഈക്വൽ ടു 5m എന്നാണ് എടുത്തത്. അപ്പോൾ 5m സ്ക്വയർ, അതായത് A² ആണ്. അപ്പോൾ A² നമ്മൾ 5B² എന്ന് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 5m² ഈസ് ഈക്വൽ ടു 5B² എന്ന് എഴുതാം. അതായത് 5m² എന്നുള്ളത് 25m² ആണ്. ഈക്വൽ ടു അത് 5B² ആണ്. ഇതിൽ നിന്നും നമുക്ക് 5m², ഈ 5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് 25/5 എന്ന്, 5m² ഈസ് ഈക്വൽ ടു നമുക്ക് B² എന്ന് കിട്ടും. അപ്പോൾ B² ഈസ് ഈക്വൽ ടു 5m². അപ്പോൾ B² ഒരു 5ന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ B² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. ലെറ്റ് B ഈസ് ഈക്വൽ ടു 5n എന്നെടുക്കുന്നു. A ഈസ് ഈക്വൽ ടു 5m എന്നാണ് നമ്മൾ എടുത്തത്. അത് വെച്ച് നമ്മൾ ചെയ്തു. ഇതിൽ നിന്ന് നമ്മൾ B ഈസ് ഈക്വൽ ടു 5n എന്നെടുത്തു. എയും 5ന്റെ മൾട്ടിപ്പിൾ ആണ്, അതുപോലെ ഇവിടെ ബിയും 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അതിൽ നിന്നും HCF ഓഫ് നമ്മൾ ചെയ്തത് എയും ബിയും ആണ്. എയും ബിയും ഈക്വൽ ടു നമുക്ക് 5 എന്ന് കിട്ടും. നമ്മൾ ചെയ്ത പ്രകാരം A 5ന്റെ മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് 5m എന്നെടുത്തു. ഇവിടെ B 5ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ ബിനെ 5n എന്നെടുത്തു. അപ്പോൾ A 5m B 5n, അപ്പോൾ രണ്ടും 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അതിൻ്റെ HCF നമുക്ക് 5 എന്ന് കിട്ടി. നമ്മൾ ആദ്യം ചെയ്യാൻ തുടങ്ങിയത് എയുടെയും ബിയുടെയും HCF 1 എന്നാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് A ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ, റാഷണൽ നമ്പർ ആണ് എന്ന് വിചാരിച്ചാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അവിടെ എയുടെയും ബിയുടെയും HCF 5 എന്ന് എടുത്ത് ചെയ്തു. അപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും HCF, ആദ്യം എയുടെയും ബിയുടെയും HCF 1 എന്ന് എടുത്ത് ചെയ്തു. ഇവിടെ എയുടെയും ബിയുടെയും HCF നമുക്ക് 5 എന്ന് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1ൽ പറഞ്ഞിരിക്കുന്നത് HCF ഓഫ് AB, എയുടെയും ബിയുടെ HCF 1 ആണ്. ഇവിടെ HCF ഓഫ് സെക്കൻഡ് ഇക്വേഷൻ HCF ഓഫ് എയുടെയും ബിയുടെയും AB നമുക്ക് 5 ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ സംഭവം നമ്മൾ ഉദ്ദേശിച്ചത് റോങ് ആണ്, തെറ്റാണ്. ഫ്രം 1 and 2 we get that our assumption was wrong. Therefore √5 is not a rational number. It is an irrational number. ഇവിടെ from the equation 1 and 2 we get our assumption was wrong. നമ്മുടെ അസംഷൻ
എന്തായിരുന്നു ആദ്യം അസ്യൂം ദാറ്റ് √5 ഈസ് എ റാഷണൽ നമ്പർ. ഇതിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അത് തെറ്റാണ്. അതിൻ്റെ അർത്ഥം √5 ഒരു റാഷണൽ നമ്പറാണ്. അങ്ങനെ നമ്മളിത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് 3 + 2√5 ഈസ് ഇറാഷണൽ. എവിടെയും കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ വി പ്രൂവ് ദിസ് ബൈ യൂസിങ് ദ മെത്തേഡ് ഓഫ് കോൺട്രാഡിക്ഷൻ. അസ്യൂം ദാറ്റ് 3 + 2√5 ഈസ് എ റാഷണൽ നമ്പർ. ഇതൊരു റാഷണൽ നമ്പറാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ 3 + 2√5 = p/q എന്ന് വിചാരിക്കും. റാഷണൽ നമ്പർ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് p/q എന്ന് വിചാരിക്കും. വേർ HCF ഓഫ് p ആൻഡ് q, പിയുടെയും ക്യൂവിൻ്റെയും HCF = 1 എന്ന് വിചാരിക്കാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി വെച്ചു. ഇതാണ് √5 ചെയ്തപ്പോൾ ചെയ്ത കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത അതേ മെത്തേഡ്. അപ്പോൾ 3 + 2√5 = p/q ആണെങ്കിൽ ആ 3നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 2√5 = p/q - 3 എന്ന് കിട്ടും. ഇനി 2നെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ √5 = 1/2 × p/q - 3 ആണ്. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അത് നമ്മൾ HCF എടുത്ത് കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ മാറ്റി ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവിടെയാണ് ആദ്യം ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്ത് അതിനെ മാറ്റി ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇത് മതി നമുക്ക് ചെയ്യാൻ. കാരണം ഇവിടെ √5 റാഷണൽ ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. അല്ലെങ്കിൽ 2 ഇക്വേഷൻ ഉണ്ടാക്കി √5നെ നമുക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ √5 റാഷണൽ ആണെന്ന റിസൾട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈ 1/2 × p/q - 3 എന്നുള്ളത് അത് ഇക്വേഷൻ നമ്പർ 1 എന്നെടുത്തു. മറ്റേ ഇക്വേഷൻ നമ്പർ 1 എന്നുള്ളത് മാറ്റി. കാരണം ഇത്രയും ചെയ്താൽ മതി. കാരണം അല്ലെങ്കിൽ √5 കൂടെ തെളിയിക്കുവാണെങ്കിൽ മാത്രം അങ്ങനെ എടുത്താൽ മതി. സിൻസ് LHS ഓഫ് ഇക്വേഷൻ 1 ഈസ് ആൻ ഇറാഷണൽ നമ്പർ, കാരണം √5 റാഷണൽ. whereas RHS of this equation is a rational number. 1/q ആണ്, p/q ഉണ്ട്, p/q തന്നെ റാഷണൽ ആണ്. നമ്മൾ എടുത്തേക്കുന്നത് അങ്ങനെ തന്നെയാണ്. The equation 1 contradicts our assumption. നമ്മൾ ചെയ്തത് ശരിയല്ല. അതുകൊണ്ട് തന്നെ 3 + 2√5 is an irrational number. അത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.